ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം. ഇന്ന് രാവിലെ ഞാൻ കുളിക്കാനായിട്ട് പോയപ്പോൾ ഇവിടെ എനിക്ക് നല്ലൊരു മുട്ടാൻ പണി കിട്ടി. അപ്പോൾ കാണിച്ചു തരാൻ തോന്നുന്നു. ഉണ്ടോ? തിന്നുന്നുണ്ടോ? സൂക്ഷിച്ചിരിക്കണേ. ഇതിൻ്റെ മണ്ണിൻ്റെ ഫുള്ള് കരിയിലയാണ്. അത് ക്ലീൻ ചെയ്തിട്ട് പോയി കുളിച്ചാൽ മതി എന്ന് അമ്മയുടെ ഒരു ഓർഡർ. ആ വെള്ളം കരിയിൽ കിടക്കുന്നുണ്ട്. വെള്ളമല്ല ഇപ്പുറത്തോട്ട് വീഴും. അത് നിറഞ്ഞ് വെള്ളം ഇങ്ങനെ വീഴും. അതൊന്ന് ക്ലീൻ ചെയ്താൽ ശ്രദ്ധിച്ചിരിക്കണം. തെറ്റിലുണ്ടോ? എന്നാൽ ഇതിനകത്തോട്ട് വൈ വീഴും. അതിൻ്റെ കൊണ്ടൊക്കെ വെച്ചിട്ടാണ്ടാ കമ്പി ലൈന് ശ്രദ്ധിച്ചിരിക്കണേ. 2 മാസത്തെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ പാട് ഇല്ലേ? അത് അതിങ്ങോട്ട്. പക്ഷെ അതെന്താ പിന്നെ അങ്ങനെ അവിടെ നിന്ന് വെള്ളം വീഴുന്നേ? വെള്ളം അകത്ത് വീഴുന്ന പിന്നെ അതിനൊക്കെ ഒരിടെങ്കിൽ ആ കരിയിലെല്ലാം അതങ്ങ് ക്ലീൻ ചെയ്യും. മൊത്തം പൊടിയെല്ലാം വരിയാണ് തൊട്ടിട്ടേ. ശ്രദ്ധിച്ചിരിക്കണേ. കുഴപ്പമില്ല, കരിയിലല്ലേ, കുളിക്കാൻ പോയില്ലേ, എന്നൊരു വിഷയമല്ല. മൊത്തം ഇഞ്ഞ് വാരിയല്ലേ പൊടിയല്ല. അങ്ങോട്ടില്ലയോ നേരം? അങ്ങേ അറ്റത്തുനിന്ന് ഇങ്ങോട്ടില്ലയോ? അങ്ങേ അറ്റത്തില്ലല്ലോ. ഇതല്ല വെള്ളം. വെള്ളം എല്ലാം താഴോട്ട് പോകുന്നുണ്ട്. പക്ഷേ ആ വെള്ളം പിന്നെ പുറത്ത് വീഴുന്ന എങ്ങനെയാ? വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു. അപ്പോൾ അത് അവിടെ കെട്ടിക്കിടന്നുണ്ടായിരിക്കും. മൊത്തം ഞാൻ വാര്. ഒട്ടും ഇല്ലയോ? എന്നാൽ ബക്കറ്റിങ്ങട്. ഇത്രയും കരിയിൽ ഒഴിയോ? ഇത്രയും കരിയിൽ അവിടെ ഇത്രയും ഭാഗത്ത് അടങ്ങിയിരുന്നു. ശ്രദ്ധിച്ചില്ല. അപ്പോൾ എൻ്റെ രാവിലത്തെ കൊച്ചു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇരിക്കാൻ വന്നപ്പോഴാണ് എനിക്കൊരു കൊറിയർ വന്നത്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ട് വരെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ കൊറിയർ ചേട്ടൻ വന്നേക്കാണ്. അപ്പോൾ ഞാനത് വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്യാഷൊക്കെ പേ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ വാങ്ങിക്കാൻ പോയപ്പോൾ ഇതാണ്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ വെച്ചിരുന്ന സാധനം ചേട്ടൻ തന്നെ അൺബോക്സ് ചെയ്ത് കാണിക്കുകയും നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ട് മനഃപൂർവ്വം അൺബോക്സ് ചെയ്ത് തന്നെയാണോ എന്ന് പറഞ്ഞൂടെ. എന്തൊക്കെയായാലും എൻ്റെ അൺബോക്സിങ് പ്ലാന് അവിടെ ഫ്ലോപ്പായി. അപ്പോൾ ഗൈസ് കണ്ട് ഇപ്പോൾ എനിക്ക് കൊറിയർ വന്ന് ഈ ഹാവൽസിൻ്റെ ഹെയർ ഡ്രയറും സ്ട്രെയിറ്റ്നറും ആണ്. ഹെയർ ഡ്രയർ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത് അതിനോട് സ്ട്രെയിറ്റ്നർ കിട്ടിയെന്നേ ഉള്ളു. അതാണ് കാണിച്ചു തരാം. ഞാൻ ഇതാദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് ഒരു പിടിയില്ല അതിങ്ങനെ ഉപയോഗിക്കേണ്ടത്. ഇതാണ് സ്ട്രെയിറ്റ്നർ. ഇത് നമ്മൾ സ്ട്രെയിറ്റ് ഒന്ന് വെച്ചാൽ മുടി ആയിരിക്കാം. പിന്നെ ഇത് ഹെയർ ഡ്രയർ. ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഈ രാവിലെ കുളിക്കാൻ രാവിലെ തല വിളിക്കും. ഞങ്ങളുടെ സ്കൂളിൽ പോണിറ്റെയിലും കെട്ടണം. അപ്പോൾ മുടി രാവിലെ ഉണക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാൽ ഇത്രയും നേരം ഇവിടെ കളിച്ച് വന്ന പിള്ളേർ ഇത് കണ്ടിട്ട് ഇതവർക്ക് എങ്ങനെ മുടി ഉണക്കണം, അവരുടെ മുടി ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശി. അങ്ങനെ ആദ്യം കുളിച്ചിട്ട് ഇന്ന പിള്ളേർ മുടി ഉണക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പോയി തല നനച്ച് പോയി കുളിച്ചത്. ഇപ്പോൾ 2ാമത്തെ വട്ടം കണ്ടായിരുന്നു കുളിക്കുന്നത്. ആദ്യം രാവിലെ ഒന്ന് കുളിച്ച്, പിന്നെ വീണ്ടും പോയി 2 കുളിച്ച്. പിന്നെ പിള്ളേരുടെ ആഗ്രഹമാണല്ലോ എന്നോർത്ത് ഞാനങ്ങ് ചെയ്ത് കൊടുത്തു. അങ്ങ് സഹിച്ചങ്ങ് കൊടുത്തു. പാവങ്ങൾ പോട്ടെ, എങ്ങനെയാണെന്ന് വെച്ചാൽ കാണട്ടെന്ന് വെച്ചാൽ അങ്ങ് ചെയ്ത് കൊടുത്ത്. ഇതെനിക്ക് ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതുവരെ എനിക്കിതിന് ഉപയോഗം വന്നിട്ടില്ല, ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല. പക്ഷേ എനിക്കിപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ പോണിറ്റെയിൽ അത്യാവശ്യമാണ്. അപ്പോൾ പോണിറ്റെയിലേ കെട്ടാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ മുടി നല്ല ഉള്ളുള്ളതാണ്. അപ്പം ഉണങ്ങാനും നല്ല താമസമാണ്. അതുകൊണ്ട് ഞാൻ
വാങ്ങിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ മുടി കുളിക്കാതെ എങ്ങും പോയില്ല, സ്കൂളിൽ പോയില്ല. കാരണം ഒന്നെങ്കിൽ അതെനിക്ക് നിർബന്ധമാണ്, ഞാൻ തല രാവിലെ കുളിക്കുകയും ചെയ്യും, അത് തല ഉൾപ്പെടെ കുളിക്കുകയും ചെയ്യണം, അതെൻ്റെ നിർബന്ധമാണ്. പിന്നെ ഒന്നെങ്കിൽ ക്ലാസ്സിൽ ഇരുന്ന് ഉറക്കം തൂങ്ങുകയും ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ദയവായി എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.